ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദമ്പതിമാരെ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 16ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ സെഷൻ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത് എന്താണ്? ദമ്പതികൾ പരസ്പരം പൂരകമാണെങ്കിൽ ഉള്ള വിഷയമായിരുന്നു. ദമ്പതികൾ പരസ്പരം പൂരകമാകുന്നതിനെ കുറിച്ചായിരുന്നോ ചർച്ച? എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തോ? ചെയ്യാൻ പറ്റിയതാ? വ്യത്യസ്തതകൾ ആഘോഷമാക്കുന്നത് എങ്ങനെയാണെന്ന്. വ്യത്യസ്തതകളെ ആഘോഷമാക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും? നമ്മുടെ ഈ പ്രോഗ്രാം ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ചർച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കണം രണ്ടുപേരും കൂടി. നമുക്ക് ഈ മാസം ഇന്ന കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇത് കേട്ടു, അത് അങ്ങനെ കേട്ടു അതങ്ങനെ പോവില്ലോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് കേട്ട കാര്യങ്ങളുടെ വെളിച്ചത്തില് നമുക്കൊരു ഡിസിഷൻ ബിറ്റ്വീൻ ദ കപ്പിൾ, ദമ്പതികളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അതിന്റെ സന്തോഷം അത് പങ്കുവയ്ക്കാം. അതാണ് നമുക്ക് വേണ്ട ഒരു മെത്തഡോളജി. നിങ്ങൾക്കത് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? കഴിഞ്ഞൊരു മാസത്തെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ? വ്യത്യസ്തതകളെ ഞങ്ങൾ അംഗീകരിച്ചു. വ്യത്യസ്തതകളെ അംഗീകരിച്ചു. ഓക്കെ, ഗുഡ്, ദാറ്റ് ഈസ് ഫൈൻ, വെരി ഗുഡ്. അത് കൊള്ളാം. അതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, നമ്മളങ്ങനെ ഓരോ വിഷയവും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രായോഗികമായ മാനത്തോടു കൂടിയാണല്ലോ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. വിവാഹ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. വിവാഹ ബന്ധത്തിൽ ശരീരത്തിന്റെ പങ്കിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ശരീരം അല്ലേ? ഒഴിച്ചുകൂടാനാകാത്ത ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ശരീരം. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ വലിയൊരു പങ്കുള്ള ഒരു ജീവിതമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ശരീരത്തിന്റെ പങ്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് ഒരു വിവാഹ ബന്ധത്തെ വളർത്തുന്ന വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗാർഹിക സഭ വിവാഹ ജീവിതത്തിൽ അടിത്തറ പാകി വളർത്തിയെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു സെഷൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ ശരീരത്തിന് വലിയ റോളല്ലേ വിവാഹത്തിലുള്ളത്? അല്ലേ? അല്ലേ? ഈ ശരീരം വിവാഹത്തില് അത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ പറയാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം പറയാനുണ്ടോ? ശരീരം വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അച്ചു എന്ന് പറയാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ കാരണങ്ങൾ വരുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ശരീരം പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് സ്നേഹം കുറെ കൂടി ആത്മാർത്ഥമാകുന്നത്. ശരീരം നമ്മൾ പങ്കുവെക്കുമ്പോൾ ശാരീരികമായ അടുപ്പം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളുടെ ബന്ധത്തിന് ഒരു ഊഷ്മളത വരുന്നത്. അല്ലേ? അല്ലേ? അതായത് ദമ്പതികളുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു ആത്മീയ തലത്തിൽ നിന്നിട്ട് മാത്രമുള്ളതല്ല, ശാരീരിക തലത്തിലും കൂടി ഉണ്ട്. അല്ലേ? ആ ശാരീരിക തലത്തില് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം വിവാഹ ബന്ധത്തിന് സ്നേഹം പ്രകടിപ്പിക്കാൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. അതായത് ഒരു ദമ്പതി തീരുമാനിക്കുകയാണ് അവർക്ക് ഇനി ശാരീരിക അടുപ്പം വേണ്ട. കാരണം അവര് ഇപ്പൊ ഞങ്ങൾ വൈദികരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞങ്ങൾ വൈദികർക്ക് ആരോടും ശാരീരിക അടുപ്പമില്ല. ഞങ്ങള് ബ്രഹ്മചാരികൾ എന്നാണ് പറയുന്നത്, സെലിബേറ്റ്സ്. പിടികിടുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമൊന്നും ഇല്ല എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ശാരീരിക മാനമില്ല. ഒരാളുടെ ശരീരത്തിന് മറ്റൊരാളുടെ ശരീരത്തോട് അട്രാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഇല്ല.
അല്ലെങ്കിൽ ആ ശരീരവുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മൾ പറയുന്ന ജെനിറ്റൽ ആയിട്ടുള്ള ഒരു ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനുമായി ശരീരത്തെ ഒരു ലൈംഗിക ഒരു ഒബ്ജക്റ്റായി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടല് ഇല്ല. ഈ സന്യസ്ത വൈദിക ജീവിതത്തിലൊന്നുമില്ല, അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവരുടെ ജീവിതത്തിൽ പൊതുവെ ഇല്ല. എന്നാൽ വിവാഹിതരുടെ ജീവിതത്തിൽ അതുണ്ട്. അപ്പോൾ ഒരു ദമ്പതി തീരുമാനിക്കുകയാണ്, അവർക്ക് കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടായി, ഒരു 4 കുഞ്ഞുങ്ങളുണ്ടായി. 4 കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം അവർ തീരുമാനിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടിയൊക്കെ നല്ല സഭയ്ക്കും ക്രിസ്തുവിനൊക്കെ ഒത്തിരിയേറെ മഹത്വം വരുത്തുന്ന വിധത്തില് നമ്മൾ ഇനി മുതൽ ശാരീരിക അടുപ്പം ഒഴിച്ച് ബാക്കിയുള്ള ആത്മീയമായ അടുപ്പം നിലനിർത്തി പോകുന്നത്, അങ്ങനെ 2 പേരും കൂടി തീരുമാനിച്ചാൽ അതൊരു നല്ലൊരു വിവാഹമല്ലേ? 2 പേരും കൂടി തീരുമാനിക്കണം കേട്ടോ, ഒരാൾ തീരുമാനിക്കുന്നതല്ല കേട്ടോ. 2 പേരും കൂടി തീരുമാനിക്കുകയാണ്, നമ്മൾ തമ്മിൽ ഇനി ശാരീരിക അടുപ്പം വേണ്ട. അതെന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നത്? വലിയൊരു ആത്മീയമായ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങള് വൈദികരൊക്കെ ഇത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് വലിയ ഒരു സൃഷ്ടികർമ്മം നടത്താൻ വേണ്ടി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു ദമ്പതി ധ്യാനമൊക്കെ കൂടി വളരെ ആത്മീയതയിലേക്ക് കടന്നു വന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്, നമുക്ക് ആവശ്യമുള്ള മക്കളുണ്ടല്ലോ, 4 മക്കളുണ്ട് ഇപ്പോൾ, അതിൽ കൂടുതൽ മക്കളെ വളർത്താനുള്ള ശേഷി നമുക്കില്ല, അത് മാത്രമല്ല അതിനുള്ള അവസരങ്ങൾ നമുക്കില്ല. അതുകൊണ്ട് വി ലിമിറ്റ് അവർ ഫാമിലി ടു 4 ചിൽഡ്രൻ. ഓക്കെ, ഞങ്ങൾ 4 മക്കൾ തീരുമാനിച്ചു, 4 മക്കളുണ്ട്, അവർ വളർന്നു വരികയാണ്. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു ആത്മീയതയിലേക്ക് കടന്നു വരണം. നമുക്ക് വചനമൊക്കെ വായിച്ച് പ്രാർത്ഥനയിൽ ചെലവഴിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആത്മീയമായിട്ട് ഒരു സമർപ്പണ തലത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ശാരീരിക അടുപ്പം നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് തീരുമാനിച്ച് വേണ്ട. അങ്ങനെയുള്ള ഒരു വിവാഹവും. എന്നാൽ ചില ദമ്പതികൾ അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്നില്ല, അവര് ഈ ശാരീരിക അടുപ്പമൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞിപ്പോ 10-40 വർഷം എത്തിയിട്ടും അവർ തമ്മിൽ ഈ ശാരീരിക അടുപ്പമുണ്ട്. ശാരീരിക അടുപ്പം എന്ന് പറഞ്ഞാൽ ലൈംഗിക ഇന്ററാക്ഷൻ ഉണ്ടെന്ന് ചുരുക്കം. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ ഏത് വിവാഹമായിരിക്കും ബെറ്റർ നിങ്ങളുടെ അഭിപ്രായത്തില്? ശാരീരിക അടുപ്പമുള്ളത് തന്നെ ആയിരിക്കും. അതെ, ശാരീരിക അടുപ്പമുള്ളതാണോ കുറച്ചുകൂടി മെച്ചം? ആയിരിക്കും. അതെ അതെ. അല്ല ഞാൻ പറയട്ടെ, അപ്പോ ഒരു ശാരീരികമായ ഇച്ഛകളെയൊക്കെ നിഹനിച്ച് 2 പേരും തമ്മിൽ, അല്ലാണ്ട് ഒരാൾ തീരുമാനിക്കുന്നതല്ല, 2 പേരും തമ്മിൽ അങ്ങനെ തീരുമാനിച്ചിട്ട് അവരുടെ ജീവിതത്തെ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഈ നമ്മുടെ ഔസേപ്പിതാവിന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ളൊരു വിവാഹം, ജോസഫൈൻ മാരേജ് എന്നാ പറയുന്നതിനെ, മനസ്സിലാകുന്നുണ്ടോ? അത്തരത്തിലുള്ളൊരു വിവാഹം, ഇച്ഛകളെയൊക്കെ നിഹനിച്ച് അവര് വലിയൊരു ആത്മീയമായ നന്മയ്ക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തെ പുനരർപ്പണം ചെയ്യണം, ഭാര്യയും ഭർത്താവും കൂടി. ലോജിയുടെ അഭിപ്രായത്തില് അത് അത്ര നല്ലതല്ലെന്നാണോ? നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ തച്ചൻ എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു ഔസേപ്പിതാവിന്റെ. അല്ല, അച്ഛൻ പറഞ്ഞ ആ കാര്യം ഞാൻ അന്നേരം പെട്ടെന്ന് ഓർത്തത്. അതന്നെ അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ല. അതെ, നല്ലൊരു കൺസെപ്റ്റ് ആണ്. നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? ഒരു ആത്മീയമായ ഉണർവിലേക്കൊക്കെ വരാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഔസേപ്പിതാവ് ശരിക്കും. അത് തന്നെ. അങ്ങനെ നമ്മൾ ദൈവരാജ്യ തീഷ്ണതയ്ക്ക് വേണ്ടിയിട്ട് ആത്മീയമായ കൃപകളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഈ ശാരീരിക ഇച്ഛകളെ നമ്മൾ വേണ്ടെന്ന് വെക്കണം, ബോധപൂർവം. 2 പേരും കൂടി. അതെ അതെ. ഒരാൾ മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നല്ല കേട്ടോ, 2 പേരും കൂടി ഒരുമിച്ച് തീരുമാനിക്കും. അതെ അതെ. അതെ അല്ലേ? അതാണ് അത് അത്ര നല്ലതല്ല? നല്ലതാ, കൺസെപ്റ്റ് നല്ലതാണ്. അതെ അല്ലേ? വേറെ ആർക്കെങ്കിലും ഇതിനോട് ഒരു കമന്റ് ചെയ്യാനുണ്ടോ? അച്ഛാ, പരസ്പര സമ്മതത്തോടെ എടുക്കുന്ന കുറച്ച് കാലത്തേക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതൊരു പെർമനന്റ് ആയിട്ട് ചെയ്യുന്നത് അത് വിവാഹ ഉടമ്പടിക്കും അല്ലെങ്കിൽ അത് ആ കൂദാശ സ്വീകരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന് വേണ്ട ചില റിക്വയർമെന്റിൽ നിന്ന് നമ്മൾ ബോധപൂർവം ഒഴിയുന്നതിന് ഈക്വലന്റ് ആണെന്നുള്ളൊരു ചിന്തയാണ്. ആ മ്യൂച്വലായിട്ടുള്ള കുറച്ച് നാളത്തേക്ക് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പേരുടെ സമ്മതത്തോടു കൂടി, അതല്ലെങ്കിൽ പരസ്പരമുള്ള അവകാശങ്ങൾ നിഷേധിക്കരുത്, അതായത് ലൈംഗിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ളത് ഒരാൾക്ക് ആ ഫീലിങ്സ് എപ്പോഴും ഉണ്ടാകും. അത് നമുക്ക്
നിഷേധിക്കാൻ പാടില്ല എന്ന് എവിടെയോ കേട്ട ഒരു ഇതാണ് എനിക്ക് അല്ല, ഓർമ്മ അത് നമ്മുടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യമാണ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: കല്യാണം കഴിച്ചവര് രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു പ്രാർത്ഥനയിൽ വളരാനായിട്ട് ഒരു ആത്മീയമായ ലക്ഷ്യത്തോടു കൂടെ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വിട്ടു നിൽക്കാം. പക്ഷെ സ്ഥിരമായി നിൽക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലേ? അല്ല, അങ്ങനെ ഇപ്പൊ സ്ഥിരമായി നിന്നാൽ അത് കുറച്ച് നല്ലതല്ലേ? അതിനെന്തപ്പോ നഷ്ടം? രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്നതല്ലേ? അതെ, അത് ഒരുമിച്ച് തീരുമാനിക്കാൻ, വിവാഹത്തിലേക്ക് കടന്നിട്ട് തീരുമാനിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങൾ വേണമല്ലോ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാന്നുള്ളതല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളുണ്ടായി, 4 മക്കളുണ്ടായി, സന്തോഷം. ഇതില്ലാതെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി അവർ കല്യാണം കഴിച്ചു. ബട്ട് ആഫ്റ്റർ ദാറ്റ് അവർ തമ്മിൽ നല്ല സ്നേഹമുണ്ട്, നല്ല ആത്മീയമായി കൃപയിൽ വളരണം. അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലേ, ഈ മഹാത്മാഗാന്ധിയുടെ വിവാഹത്തെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം വലിയ ഒരു എന്താ പറയാ, വലിയ മൂല്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നല്ലോ. ആ മൂല്യങ്ങളിലൊക്കെ കാരണം തന്നെ ഈ ബ്രഹ്മചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ടുള്ള ഒരു അകന്ന ഉദ്ദേശിച്ച ശാരീരികമായ ഇച്ഛകളെ നിഗണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു സ്പിരിറ്റ്. ബാക്കിയുള്ളവർക്കും കൂടി വേണേ ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ചിലരുടെ മുഖം കണ്ടിട്ട് ഗഹനമായി ഇത് ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ഒരു അല്ലേ, ഇതിപ്പോ ഈ വിഷയം നമ്മളെങ്ങനെ അല്ലേ? കുടുംബത്തില് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഇഫക്റ്റും കൂടി കണക്കാണ്. നമ്മൾ ദമ്പതികളുടെ കാര്യത്തിൽ കുട്ടികളുണ്ട്, അവര് കാണുന്നത് ഇങ്ങനെ ഒരു അടുപ്പമില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുന്ന അപ്പനെയും അമ്മയും കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നാ പിന്നെ ഇവര് അല്ലെങ്കിൽ എന്തിനാണ് വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് വിവാഹം എന്നുള്ള ചോദ്യത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടോ, ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചിന്തയും കൂടെ എന്ന്. കാരണം അവരെല്ലാം ഒബ്സർവിംഗ് ആണ്, അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മ്യൂച്വൽ ഇതിൽ മാത്രം നമ്മൾ അത് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രധാനമായിട്ട് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം, ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് ശാരീരികമായ അടുപ്പം പങ്കുവെക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നതും സഹായിക്കുന്നതും? അത് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചോദ്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും, അല്ലെ? ഇപ്പൊ നിങ്ങൾ വിവാഹിതരാണ്, വിവാഹം ജീവിതം നയിക്കുന്നവരാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ വിവാഹത്തില് ഒരു ശാരീരികമായ അടുപ്പം അതിന്റെ പ്രോപ്പറായ രീതിയിൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു മൂല്യം? എനിക്ക് നിങ്ങളുടെ അനുഭവത്തോട് ചേർത്ത് വെച്ച്, നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവും, ആ അനുഭവത്തോട് ചേർത്ത് വെച്ചിട്ട് 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്നോട് നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ശാരീരിക അടുപ്പം വിവാഹത്തിൽ ആരോഗ്യകരമായി സൂക്ഷിക്കുന്നത് കൊണ്ട് എന്ത് മൂല്യമാണ് നിങ്ങൾക്കുള്ളത്? കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളൊരു മൂല്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് പറയണ്ട, അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഈ ശാരീരിക അടുപ്പം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, മനസ്സിലായി? അപ്പൊ ഇപ്പൊ ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജിക്ക് അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജീവദായകമാകാൻ, വിവാഹം ഫലദായകമാകാൻ, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തില് സഹകാർമ്മികരാകാൻ യഥാർത്ഥത്തിൽ ഈ ശാരീരിക അടുപ്പം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് വലിയൊരു മൂല്യമാണ്. പക്ഷെ ആ മൂല്യം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ച് വർഷത്തെ കൊണ്ട് തീരുന്ന ഒരു മൂല്യമാണ്. ഓക്കെ, നമ്മൾക്ക് പണ്ടത്തെ പോലെ 10-15 മക്കളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല സ്ത്രീക്ക് എന്താ പറയുക, ഒരു നിശ്ചിത ഏജ് വരെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു മൂല്യമാണ്. പക്ഷെ അത് വിവാഹത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു മൂല്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ആ മൂല്യം നിൽക്കട്ടെ അവിടെ. വേറെ എന്ത് മൂല്യമാണുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ്? പറഞ്ഞോ. ഇതിലൊരു സഹനം കൂടിയുണ്ട്. സഹനം? അതെന്താണ് സഹനം? സഹനം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മള് ഭർത്താക്കന്മാരെ ചേർത്ത് നിർത്തുകയും അവരുമായിട്ട് ശാരീരിക ബന്ധം നിലനിർത്തുമ്പോൾ നമ്മൾ ഇതിൽ കൂടുതലും ഒരു സന്തോഷം, കുടുംബ സമാധാനം ഇതെല്ലാം നിലനിർത്തുന്നുണ്ട്. ചില സമയത്ത് ഭാര്യമാർക്ക് മനസ്സിൽ പല ദുഃഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും തന്റെ ഭർത്താവിനെ തന്നിലേക്ക് ചേർത്ത് നിർത്തുമ്പോഴുണ്ടാവുന്ന അതെ. അതായത് നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ ശരീരങ്ങൾ തമ്മിൽ ഒരു പാരസ്പര്യം വരുന്നുണ്ട്, ഒരു എക്സ്ചേഞ്ച് വരുന്നുണ്ട്.
അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഇനിമേൽ നിന്റെ ശരീരത്തിന്റെ മേൽ നിനക്കല്ല അവകാശം, ഭാര്യയ്ക്കാണ്, ഭർത്താവിനാണ്. അങ്ങനെ ശരിക്കും കല്യാണം കഴിഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിൽ ആരോഗ്യകരമായ ശാരീരിക അടുപ്പം സൂക്ഷിക്കാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. അതൊരു നീതിയുടെ വിഷയം കൂടിയാണ്. അതായത് എൻ്റെ കൂടെയുള്ള പാർട്ട്ണർക്ക് അവകാശപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഒരു ശാരീരിക അടുപ്പം, അല്ലെ? ഇസ് എ റൈറ്റ്. ശാരീരിക അടുപ്പം അവർ അവകാശപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ എൻ്റെ ചില അസൗകര്യങ്ങൾ മാറ്റിവെച്ചിട്ട്, ചിലപ്പോൾ എൻ്റെ ചില എന്താ പറയുക താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു മറ്റൊരാളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഞാൻ സഹകരിക്കുന്നു. അതിനകത്തൊരു സാക്രിഫിഷ്യൽ എലിമെന്റ് ഉണ്ട്. അപ്പൊ അത് നമ്മളെ വളരാനായിട്ട് സഹായിക്കുന്നു. അതൊരു കാര്യമാണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, വെരി ഗുഡ്. അതൊരു മൂല്യമാണ്. പിന്നെ വേറെ എന്ത് മൂല്യമാണുള്ളത്? അതിലൂടെ ഒരു അംഗീകാരവും കൂടി ഉണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം അംഗീകരിക്കപ്പെടുന്നതും അതിലൂടെയുണ്ട്. ശരി. അപ്പൊ ഞാനൊരു കാര്യം ഇതിൽ നിന്ന് അനുമാനം ചെയ്യുന്നത്, യഥാർത്ഥത്തില് ഈ ശാരീരിക അടുപ്പം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ലവ്. ശരിയല്ലേ? സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് ശാരീരികമായ അടുപ്പം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രോപ്പറായ വിധത്തിലുള്ളത് കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? ശാരീരികമായി ഇപ്പൊ ഒരാൾ മറ്റൊരാളുടെ മേൽ ഇത്തരത്തിലുള്ള ഒരു അടുപ്പം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് സ്നേഹത്തിന്റെ ഭാഷയല്ല കേട്ടോ. ദാറ്റ്സ് നോട്ട് ലവ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടെ ആരോഗ്യകരമായ രീതിയിൽ പരസ്പരം ബഹുമാനിച്ച് ശാരീരിക അടുപ്പത്തിൽ ഏർപ്പെടുമ്പോൾ ദാറ്റ് ഈസ് എ ലാംഗ്വേജ്, ഒരു ഭാഷയാണ്. എന്താണ് ഈ ഭാഷയിൽ നമ്മൾ പറയുന്നത്? ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രോപ്പറായ ഒരു ശാരീരിക അടുപ്പത്തിലേക്ക് വരുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്താണ് അവർ വിനിമയം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ? യഥാർത്ഥത്തിൽ നല്ലൊരു സ്നേഹത്തിന്റെ ശാരീരിക അടുപ്പം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ്, നമ്മൾ ഒന്നാണ്. ഓക്കെ? നീ എനിക്ക് ദൈവം തന്ന വലിയൊരു ദാനമാണ്. നിന്നെ ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു. ഇതല്ലേ ഈ ശാരീരിക അടുപ്പത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഞാൻ പറഞ്ഞത്, അതിന്റെ പ്രോപ്പർ രീതിയിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാളോട് ഐ ലവ് യു എന്ന് പറയാണെന്ന്. ഓക്കെ, ഞാൻ നിന്റേതാണ്, നമ്മൾ ഒന്നാണെന്ന് you are communicating it through your body, not only through your words but through your body, non-verbal language. ഓക്കെ, നമ്മുടെ ജീവിതസഖിയുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ അത് വെറുതെ സ്പർശനമല്ല, ഒരു ലൈംഗികമായ താല്പര്യത്തോടുകൂടെ സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില എന്താ പറയുക പ്രകടനങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞന് പറയുന്നത്, ഈ ലൈംഗിക അടുപ്പം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക അടുപ്പം പല ഒക്കേഷൻസിൽ വരും എന്ന് പറയുന്നത്. പല ഒക്കേഷൻസ്, നിങ്ങളുടെ അനുഭവമാണ് അത്, ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്. പല ഒക്കേഷൻസ് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരുടെയും കൂടി ലൈഫിൽ വലിയൊരു നന്മ സംഭവിച്ചു എന്ന് കരുതുക. സോ ദേ സെലിബ്രേറ്റ് ദാറ്റ് ഗുഡ് ബൈ ഹാവിങ് മേ ബി എ സെക്ഷൽ ഇന്ററാക്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും ഒരു വഴക്കിട്ടിട്ട് 2-3 ദിവസം മിണ്ടാതിരിക്കുകയായിരുന്നു. നൗ ദേർ ഇസ് എ മൊമെന്റ് ഓഫ് റിക്കൺസീലിയേഷൻ. രണ്ടുപേരും തമ്മിൽ വഴക്ക് തീർന്ന ഒരു അനുരഞ്ജനത്തിലേക്ക് വരികയാണ്. സോ ദേ സെലിബ്രേറ്റ് ഇറ്റ് ത്രൂ എ സെക്ഷൽ ഇന്ററാക്ഷൻ. സോ ദീസ് ആർ സം ഓഫ് ദ ഒക്കേഷൻസ്, അല്ലേ? ഇപ്പൊ നിങ്ങൾ മക്കളെ വളർത്തി, നിങ്ങളുടെ മക്കള് നല്ലൊരു നന്മയിലേക്ക് കടന്നു വന്നു, അവരുടെ ജീവിതം ഒരു വലിയൊരു ഒരു നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ യു സെലിബ്രേറ്റ് ബൈ എക്സ്പ്രസിങ് യുവർ ലവ് സെക്ഷുവലി. ഓക്കെ, അപ്പോ ഒരു മൂല്യം എന്ന് പറയുന്നത് ഇത് സ്നേഹത്തിന്റെ ഭാഷയാണ്. പ്രോപ്പറായ രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ. അപ്പോ സ്നേഹത്തിന്റെ ഭാഷയാണെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് നല്ലതല്ലേ? അതുപോലെ തന്നെ ഇതും നല്ലതല്ലേ? ഇതില്ലെങ്കിൽ അത്രയും കുറവ് വരില്ല അവിടെ. ഓക്കെ, പണ്ട് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചീത്തയായ കാര്യമാണ്. ശാരീരിക ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട അപകടകാരിയായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനെ നിയന്ത്രിച്ച് നിർത്തണം, എപ്പോഴും അതിനോട് അരുത് നമ്മൾ പറയണം. അങ്ങനെ ഒരു തരം ഒരു ബോഡിയെ, ശരീരത്തെ നെഗറ്റീവായി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
ഇപ്പൊ നമ്മളുടെ ഈ സാധാരണ ഇതിനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ശാരീരിക അടുപ്പം പുലർത്താത്ത ബ്രഹ്മചാരികൾ എന്തോ ഒരു ഉയർന്ന തട്ടിലുള്ളവരും വിവാഹത്തിൽ ശാരീരിക അടുപ്പൊക്കെ സൂക്ഷിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാർ എന്തോ ഒരു ചെറിയൊരു ലൗകിക തട്ടിലുള്ളവരും എന്നൊരു ധാരണ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും അത് അതിന് വലിയ പ്രസക്തി ഇല്ല. ബട്ട് അതിന്റെ ഒരു എന്താ ഒരു വാങ്ങൽ ഇപ്പോഴും ഉണ്ട് നമുക്ക്. പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് കറക്റ്റ് അല്ല. ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ, അതായത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഏകനായിരുന്നു. ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് ദൈവം അവനെ സ്ത്രീയും പുരുഷനുമാക്കി. സ്ത്രീയും പുരുഷനായി കഴിഞ്ഞപ്പോ ആ പുരുഷൻ ആ സ്ത്രീയെ കണ്ടു എന്ന് പറയുമ്പോൾ എന്തായി കണ്ടത്? ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പുരുഷൻ സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? വാര്യലയിൽ സൃഷ്ടിച്ചതിന് ശേഷം പുരുഷൻ സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തേ കണ്ടത്? കണ്ടത് മറ്റൊന്നുമല്ല, സ്ത്രീയുടെ ശരീരം കണ്ടേ, അല്ല അതൊന്നും കാണാനില്ലല്ലോ. കണ്ടപ്പോ ആ മനുഷ്യൻ പറഞ്ഞ കാര്യം എന്താണ്? ഇത് എന്റെ അസ്ഥിയുടെ അസ്ഥി, എന്റെ മാംസത്തിന്റെ മാംസമെന്ന്. സോ ഹി ഫെൽറ്റ് ആൻ അട്രാക്ഷൻ ടുവേഴ്സ് ദ അതർ, വൺനെസ്, ഒന്നാണെന്നൊരു തോന്നൽ വരികയാണ്. ശരിക്കും സ്നേഹത്തിന്റെ കാണുന്ന ഭാഗമാണ് ശരീരം. ശരീരം ഇല്ലെങ്കിൽ സ്നേഹം കാണാൻ പറ്റില്ലെന്ന്. നത്തിങ്. കേൾക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോ ചിന്തിക്കാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ കാണാൻ പറ്റത്തില്ല. ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിലെ കാണുന്ന ഭാഷയാണ് എന്ത്? ശരീരം. സോ അതിലൂടെ ഉണ്ടാകുന്ന അടുപ്പം അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്, ആവേണ്ടതാണ്. അപ്പൊ ആ അർത്ഥത്തില് അതിനൊരു മൂല്യമുണ്ട്. ഓക്കെ, നമ്പർ 1. വേറെ എന്തെങ്കിലും മൂല്യം ഉണ്ടാവും? ഒരു താങ്ങും കരുതലും ഇതിലുണ്ട്. ഒരു താങ്ങും കരുതലും, അതാണ് സ്നേഹം. അതല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, സ്നേഹം, താങ്ങും കരുതലും അംഗീകാരവും, ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശാരീരിക അടുപ്പം ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീത്വത്തെ അംഗീകരിക്കുന്ന ഒരു ഫീല് കിട്ടും, ഒരു പുരുഷന് പുരുഷത്വത്തെ അംഗീകരിക്കുന്ന ഒരു ഫീല് കിട്ടും. ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനല്ലേ സൃഷ്ടിച്ചത്, ലിംഗഭേദങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആ ലിംഗ ഐഡന്റിറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഉറപ്പിക്കപ്പെടുന്നതാണ് ശരിക്കും ശാരീരിക അടുപ്പം. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ സ്ത്രീകൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, ഈ മനുഷ്യനെ തൊടുന്നില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് പോലും അയാൾക്കില്ലല്ലോ, അപ്പൊ നമുക്ക് നമ്മൾ പോരെ, എന്താ ഇങ്ങനെ. അതുപോലെ പുരുഷനും തോന്നാം. മനസ്സിലായോ? സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി കൂടി അഫേം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ശാരീരിക അടുപ്പം എന്ന് പറയുന്നത്. ആ വിധത്തിലും അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ഓക്കെ, ശരിക്കും നല്ലൊരു ശാരീരിക അടുപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സംതൃപ്തി, ഒരു ഫീല് കിട്ടൂലേ? എന്റെ ഭാര്യ എന്റെ സ്വന്തം, എന്റേത് മാത്രം, എന്റെ ഭർത്താവ് എന്റേത് മാത്രം, അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ്നെസ്, അത് ഈ ശാരീരിക അടുപ്പത്തിന്റെ ഭാഷയാണ്. ഓക്കെ, അതൊരു മൂല്യം. വേറെ എന്തെങ്കിലും മൂല്യം ഉണ്ടോ? വിശുദ്ധി പാലിക്കാനായിട്ട് അത് കുറച്ച് ഹെൽപ്ഫുൾ ആകുമോ? വിശുദ്ധി പാലിക്കാനായിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു സാധ്യതയാണ് ലൈംഗികമായ ആഗ്രഹം. ഈ ലൈംഗിക ആഗ്രഹത്തെ നമ്മുടെ വ്യക്തിത്വത്തോട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാ ശരിക്കും നമ്മൾ വിശുദ്ധിയിലേക്ക് വരുന്നത്. അതിന് നമ്മൾ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ ശാരീരിക അടുപ്പം. ഇപ്പൊ മനുഷ്യനായി ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ ലൈംഗിക ആഗ്രഹമുണ്ട്, അത് നോർമലാണത്, ഉണ്ടാവും. ആ ലൈംഗിക ആഗ്രഹത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്, വ്യക്തിത്വവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ആ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, വളരെ വിവാഹിതരെ സംബന്ധിച്ച് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിവാഹിതർ തമ്മിലുള്ള പരസ്പര അടുപ്പം, ശാരീരിക അടുപ്പം. വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു ഇന്റഗ്രേഷൻ നടക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അബറേഷൻസ് വരും, ചിലപ്പോൾ വഴിതെറ്റിപ്പോവും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രായമായിട്ടും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പുരുഷന്മാരും ഉണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന സ്ത്രീകളും ഉണ്ട് ലൈംഗികമായിട്ട്. കാരണം ആ ഇന്റഗ്രേഷൻ പ്രോപ്പറായി നടക്കുന്നില്ല. അപ്പൊ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ശാരീരിക അടുപ്പം നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈംഗിക ആഗ്രഹത്തെ, തൃഷ്ണയെ അവന്റെ വ്യക്തിത്വവുമായിട്ട് ഇണക്കാൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ്, സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ശരിക്കും നല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ശാരീരിക അടുപ്പുണ്ടാവും ഉണ്ടായാൽ നിങ്ങൾ വിശുദ്ധരാവൂന്ന് പറഞ്ഞാൽ നിങ്ങൾ യോജിക്കോ? യോജിക്കോ?
കുറച്ച് നാൾ മുമ്പൊക്കെ ആൾക്കാർ കരുതിയിരുന്നത് ഇത് ഉണ്ടാവാതിരിക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള പാത എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാക്സിമം ഇത് അവോയ്ഡ് ചെയ്തിട്ട് വേറെ എന്താ പറയുക, ഈ ഇച്ഛകളെ നിഹനിക്കുക, നിഹനിച്ച് നമ്മൾ അങ്ങ് പരലോകത്ത് എത്തുക, അപ്പോഴാണ് വിശുദ്ധി എന്നാണ് ചിലർ കരുതിയിരുന്നത്. പക്ഷെ നമ്മുടെ സഭ അങ്ങനെയല്ലാത്ത പഠിപ്പിക്കുന്നത്. പ്രോപ്പറായ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ ശാരീരിക അടുപ്പത്തിലൂടെ അവരുടെ ലൈംഗിക ആഗ്രഹത്തെ ഇന്റഗ്രേറ്റ് ചെയ്ത് അവർ ദൈവത്തിലേക്ക് വളരും. കാരണം ഇതൊരു സ്നേഹത്തിന്റെ ഭാഷയാണ്. മാത്രമല്ല ഇവിടെ എന്താ ശരിക്കും ഉള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കാര്യം പറയട്ടെ, നല്ലൊരു ശാരീരിക അടുപ്പുണ്ടാവുമ്പോ ഒരു ഹീലിംഗ് നടക്കില്ലേ? ഹീലിംഗ് ശരിക്കും നിങ്ങൾക്ക് സ്നേഹിക്കപ്പെട്ട ഒരു ഫീൽ വരൂലേ? നല്ലൊരു ശാരീരിക അടുപ്പാണെങ്കിൽ സ്നേഹിക്കപ്പെട്ട ഒരു ഫീൽ വരില്ലേ? അപ്പൊ നമ്മുടെ സ്നേഹരഹിതമായ ചില മുറിവുകൾ ഉണങ്ങില്ലേ? സൗഖ്യം. യെസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തില് ഈ പറഞ്ഞ പരസ്പരമുള്ള ഐക്യം ആഴപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുപോലെ നമ്മുടെ ലൈംഗിക ആഗ്രഹത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ നമ്മൾ കൃപയിൽ വളരാണെന്ന് നമ്മുടെ മുൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് എന്നറിയാവോ? ഈ ശരിക്കും പറഞ്ഞാൽ ഈ ശാരീരിക അടുപ്പം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹത്തിലുള്ള ഈ അടുപ്പം വഴി മിസ്റ്റിക്കൽ യൂണിയൻ വരെ എത്താന്നാണ് പറയുന്നത്. മിസ്റ്റിക്കൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഐക്യത്തിന് പറയുന്ന പേരാണ് മിസ്റ്റിക്കൽ യൂണിയൻ, അല്ലെങ്കിൽ മൗതിക ഐക്യം എന്നാണ് അതിന്റെ മലയാളം. അത് നമ്മുടെ അമ്മ ത്രേസ്യ, യോഹന്നാൻ ക്രോസ്, അങ്ങനെയുള്ള വലിയ വിശുദ്ധർ മിസ്റ്റിക്സ് എത്തിയിരിക്കുന്ന ഐക്യമാണ് ശരിക്കും പറഞ്ഞ ഈ മിസ്റ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐക്യത്തിൽ എത്താൻ കഴിയുമെന്നാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ശാരീരിക അടുപ്പത്തിന് വലിയൊരു മൂല്യമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഇത് വിശുദ്ധിയിലേക്ക് നമ്മൾ നയിക്കും, ആത്മീയമായ ഐക്യത്തിലേക്ക് നമ്മളെ നയിക്കും, ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുപ്പിക്കുമെന്ന്. കാരണം ഇത് സ്നേഹത്തിന്റെ പ്രകടനമല്ലേ? ഓക്കെ, രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തത്, ഇനി ഞാൻ തന്നെ പറയാം, കാരണം ഇനി നിങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഓരോ ശാരീരിക അടുപ്പവും നമ്മൾ വിവാഹത്തിൽ ചെയ്ത ഉടമ്പടിയുടെ നവീകരണമാണ്. വിവാഹം ഒരു ഉടമ്പടിയാണല്ലോ. ആ ഉടമ്പടി ദൈവം ഇസ്രായേൽ ജനതയുമായി ചെയ്ത ഉടമ്പടി, ക്രിസ്തു നമ്മുടെ സഭയുമായി ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയിലുള്ള പങ്കാളിത്തമാണ് വിവാഹം എന്ന് പറയുന്നത്. നിങ്ങൾ ബൈബിൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഏതൊരു ഉടമ്പടിയും ശാരീരികമായ ചില അടയാളങ്ങളാലാണ് മുദ്രിതമായിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് ബ്ലഡ്. ഇപ്പൊ ദൈവം ഇസ്രായേൽ ജനതയുമായിട്ട് ഉടമ്പടി ചെയ്തു അല്ലേ? അപ്പൊ അവിടെ മൃഗങ്ങളെ ബലി കഴിച്ചിട്ട് അതിന്റെ ബ്ലഡ് എടുത്തിട്ട് ജനങ്ങളുടെ മേൽ പൂശുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദേ ബിക്കം യുണൈറ്റഡ്. സോ ദർ ഇസ് എ ബോഡിലി എലമെന്റ്. ബ്ലഡ് എന്ന് പറയുന്നത് ജീവനാണ്. ഇനി നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വന്നേ, ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയാ? ഇറ്റ്സ് അബൌട്ട് ബോഡി അല്ലെ? ശരീരം, രക്തം കൊടുക്കുകയാണ്. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, രക്തം നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഈ നമ്മുടെ കുരിശിലെ മരണം എന്ന് പറഞ്ഞാൽ മൊത്തം എന്താ? ശരീരത്തെ കുറിച്ചുള്ളതല്ലേ? അപ്പൊ ഉടമ്പടികൾ ഉറപ്പിക്കപ്പെടുന്നത് ശരീരത്തിലാണ്. വിവാഹവും ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത് ശാരീരിക അടുപ്പത്തിലൂടെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ സഭ പഠിപ്പിക്കുന്ന മനോഹരമായ കാര്യം, നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് വിവാഹം പരസ്പര സമ്മതമാണ് എന്ന് നിങ്ങൾ സമ്മതം മൂളിയാലും പ്രതിജ്ഞ ചെയ്താലും ശരി, വിവാഹം പൂർണ്ണമാവുന്നില്ല. വിവാഹം പൂർണ്ണമാകുന്ന എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ പള്ളിയിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പരസ്പര സ്നേഹത്തിൽ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് നിങ്ങളുടെ വിവാഹം പൂർണ്ണമാവുന്നത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾ സ്നേഹത്തോടുകൂടെ ഏർപ്പെടുന്ന ലൈംഗിക ബന്ധത്തിലൂടെയാണ് നിങ്ങളുടെ വിവാഹം തന്നെ പൂർണ്ണമാകുന്നത്. അത് തന്നെയാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ ഏർപ്പെടുമ്പോൾ അത് നവീകരിക്കപ്പെടുകയാണ്. സോ ഇറ്റ്സ് എ റിന്യൂവൽ ഓഫ് എ കവനന്റ്. അതാണ് അതിന്റെ മൂന്നാമത്തെ മൂല്യം. അപ്പൊ അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? അത് കൃപയുടെ അടയാളമായിട്ട് മാറാണ്. നിങ്ങൾ ക്രിസ്തുവിൽ ചെയ്ത ഒരു ഉടമ്പടിയുടെ മുദ്രണവും അതുപോലെ നവീകരണവും നിങ്ങൾ ഏർപ്പെടുന്ന ശാരീരിക അടുപ്പത്തിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ? വളരെ നല്ലൊരു കാര്യം.
ഇപ്പൊ നമ്മളിപ്പോ 3 പറഞ്ഞു. ഒരെണ്ണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, അതായത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മളെ സഹാരികളാക്കുന്നതാണ് നമ്മുടെ ശരീരം, ഫലദായകത്വം. അപ്പൊ അങ്ങനെ 4 മൂല്യങ്ങളുണ്ട്. 1 സ്നേഹത്തിന്റെ ഭാഷ, 2 വിശുദ്ധിയിലേക്കുള്ള പാത, 3 ഉടമ്പടിയുടെ അടയാളം, 4 ഫലദായകത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ സഹാരികളാക്കും. അപ്പൊ എന്തുകൊണ്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ ബന്ധം വളരാനും നല്ലൊരു ഐക്യം രൂപപ്പെടുത്താനും അതുവഴി നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കാനും ഇത് വളരെ ഗുണകരമാണ്, വളരെ നല്ലതാണ്, വേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ടത് ഇതാണ്. സഭയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ച, മനഃശാസ്ത്രവും യോജിക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. 2 വ്യക്തികൾ തമ്മിൽ കേവലം ഒരു പാർട്ട്ണർഷിപ്പ് അല്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനോടുണ്ടാകുന്ന, ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇന്റിമസി ഉണ്ട്. അതിനകത്ത് ഈ സാധനം ശാരീരിക അടുപ്പല്ലേ. ശാരീരിക അടുപ്പം മീൻസ് സെക്ഷൽ അടുപ്പമില്ലല്ലോ. അതിനേക്കാളൊക്കെ വളരെ ആഴമുള്ള ഒരു ബന്ധമാണ് വിവാഹം. അവിടെ സെക്ഷൽ ഇന്റിമസിയും ഉൾപ്പെടുന്നതാണ്. ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിക്ക് മാത്രമാണ് ഇത് സാധിക്കുന്നത്, മൃഗങ്ങൾക്ക് പറ്റില്ല. മനുഷ്യന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്റിമസി, നമ്മളെ തന്നെ മുഴുവനുമായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു ഇന്റിമസിയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ശാരീരിക അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തന്നെ മുഴുവനുമായി സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ്. ടോട്ടൽ കമ്മിറ്റ്മെന്റ്, എ സെൽഫ് ഗിഫ്റ്റ്. തന്നെ മുഴുവനുമായിട്ട് കൊടുക്കാൻ ഇനി ബാക്കിയില്ലെന്ന്. an എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ്, മറ്റാരുമായിട്ട് പങ്കുവെക്കാത്ത എൻ്റെ ജീവിതം, അതാണ് ഞാൻ എൻ്റെ ശരീരം കൊടുക്കുന്ന വഴി ചെയ്യുന്നത്. ടോട്ടൽ സെൽഫ് ഗിഫ്റ്റ്. ഞാൻ എനിക്കുള്ളതല്ല തരുന്നത്, എന്നെ തന്നെ തരാണെന്ന്. അതിന്റെ അടയാളമാണ് എൻ്റെ ഈ ലൈംഗിക അടുപ്പം, ശാരീരിക അടുപ്പം. ഇതാണ് ഈ കുടുംബത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞ സാധനം. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും അത്തരത്തിലുള്ള ചൈതന്യം കിട്ടുവേ. ഇപ്പൊ ഒത്തിരിയേറെ ലൈംഗിക അരാജകത്വമൊക്കെ ഉള്ള സമയത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ബട്ട് ഫ്രം ദ ഫാമിലി ഇറ്റ്സെൽഫ് there is a very dignified view of this sexual intimacy. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു മൂല്യത്തെ നമുക്കറിയാലോ, ഒരു മൂല്യവും താനെ വളരില്ല. വി ഹാവ് ടു കൾട്ടിവേറ്റ്. നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല വിവാഹങ്ങളിലും ശാരീരിക അടുപ്പം കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഉണ്ടായതുപോലെ പിന്നീട് ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിന്റെ ആവശ്യം പോലും ചിലർക്ക് തോന്നുന്നില്ല. എന്തിനാണ്? പിന്നെ ചിലരിങ്ങനെ ഒരു ശാരീരിക അടുപ്പം ഭർത്താവ് എങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭാര്യ, തനിക്ക് ഇത്രയും പ്രായമായിട്ടൊന്നും തീർന്നില്ലേ? ഓ ദൈവമേ. ഇനിയിപ്പോ ഭാര്യ എങ്ങാനും കാണിച്ചാലോ, ഇതെന്തൊരു, നീ സാധാരണ സ്ത്രീ ഒന്നും അല്ലേ ഇത്. ഇങ്ങനത്തെ കുറെ നെഗറ്റീവായ കുറെ മിഥ്യാധാരണകളൊക്കെ നമ്മുടെ മനുഷ്യർക്ക് ഉണ്ട്. ഇതെല്ലാം നമ്മൾ തിരുത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ നല്ലൊരു മൂല്യമാണ് ശാരീരിക അടുപ്പത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ആ മൂല്യത്തെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം, നമ്മൾ അതിനെ പോഷിപ്പിച്ച് കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സിൽ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ടാവില്ലേ? ഇവിടെ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? നല്ലൊരു ശാരീരിക അടുപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്താ ശരി? ഒന്ന് ഫസ്റ്റ് നമ്മൾ മെന്റലി റിലാക്സ്ഡ് ആയിരിക്കണം. യൂഷ്വലി മെന്റലി വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഓഫീസ് പ്രഷേഴ്സും ഒക്കെ വന്ന് അങ്ങനെ ഒരു ഇതിലേക്ക് പോവാൻ പറ്റില്ല. അതൊരു റിച്വൽ പോലെ ആയി പോകും. അതെ, നമ്മള് രണ്ട് സൈഡിൽ നിന്നും പിന്നെ മെന്റലി ഫ്രീ ആയിരിക്കണം. രണ്ട് സൈഡിൽ നിന്നും പ്രഷർ ഇല്ലാത്ത ഒരു രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും അത് കുറച്ചുകൂടെ സാധിക്കും. നമുക്ക് ഈ സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രോപ്പറായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യില്ല. കാരണം ആ സമ്മർദ്ദത്തിൽ, അപ്പോൾ ഒരു കടബാധ്യതയുള്ള ഒരാളാന്ന് കരുതുക, അദ്ദേഹത്തിന് നാളെ 2 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. അയാൾ ഇങ്ങനെ ആകെ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ശാരീരിക അടുപ്പമൊന്നും സാധിക്കുന്ന കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ശരീരം തന്നെ അതിനെ സമ്മതിക്കത്തില്ല. സോ സമ്മർദ്ദങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കൂട്ടിവെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണല്ലോ. സ്നേഹത്തിന്റെ ഭാഷയായതുകൊണ്ട് ഈ ശാരീരിക അടുപ്പം 2 വ്യക്തികൾ തമ്മിൽ നന്നായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ നല്ല അടുപ്പം വേണം. കാരണം ഈ ശാരീരിക അടുപ്പത്തില് നമ്മുടെ വൈകാരിക തലമുണ്ട്,
മാനസിക തലമുണ്ട്, മാത്രമല്ല നമ്മുടെ ആത്മീയ തലം കൂടിയുണ്ട്. കാരണം ഇതെല്ലാത്തിനും കൂടി ഉൾക്കൊള്ളുന്ന, ഇത് വെറുതെ ഒരു ശരീരം മാത്രമല്ലത്, ശരീരങ്ങൾ തമ്മിലുള്ള എന്തോ ഇന്ററാക്ഷൻ അല്ല ഇത് വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ശാരീരിക അടുപ്പം കേവലം ഒരു പ്രവൃത്തിയല്ല, ഇതൊരു ബന്ധമാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ an act but a relationship. ശരിക്കും രണ്ടു വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ മനോഹരമായൊരു പ്രകാശനമാണിതെന്നുള്ള തിരിച്ചറിവ്, അതിനകത്തുള്ള ബോധ്യം നമുക്ക് അനിവാര്യമാണ്. അപ്പൊ ഈ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇത്തരത്തിലേക്ക് വരുവാനൊക്കെ നമുക്ക് കുറച്ചും കൂടി സഹായകമാകും. പക്ഷെ അതൊരു ബന്ധം, ഒരു വൈകാരികമായ അടുപ്പം. ശരിക്കും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു ശാരീരിക അടുപ്പം ആഗ്രഹമുണ്ടെന്ന് കരുതുക, ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ആഗ്രഹമുണ്ടെന്ന് കരുതുക. ശാരീരിക അടുപ്പം ഉണ്ടാവണമെങ്കിൽ തൊട്ട് മുമ്പ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ, അത് അതിനേക്കാളൊക്കെ കുറെ മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കോ കുറച്ചും കൂടിയും നല്ലൊരു ബന്ധത്തിന് യോജിച്ചത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റം എന്താണെന്ന് അറിയാമോ? അത് മെന്റലി രണ്ടുപേരും പ്രിപ്പയർഡ് ആവും. മെന്റലി രണ്ടുപേരും പ്രിപ്പയർഡ് ആകും. മാത്രമല്ല, ദാറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് എ റിലേഷൻഷിപ്പ്. കേവലം ഒരു റിച്വൽ അല്ല, കേവലം ഒരു പ്രവൃത്തി അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധത്തിന്റെ അത് ആ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ ആ രീതി മാത്രമല്ല. ഈ നമ്മൾ പറയുന്നില്ലേ, ഈ ശരിക്കും ശാരീരിക അടുപ്പം മനോഹരമാണോന്നുണ്ടെങ്കിൽ നോൺ ജെനിറ്റൽ ടച്ച് എന്ന് പറയും, ശാസ്ത്രത്തിൽ പറയാം. നോൺ ജെനിറ്റൽ ടച്ച് എന്ന് പറഞ്ഞാൽ ലൈംഗികമല്ലാത്ത കുറെ സ്പർശനങ്ങളും കുറെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളും ആവശ്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഭാര്യയെ സഹായിക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് പ്രിപ്പറേഷൻ. അല്ലെങ്കിൽ ഭർത്താവിന് എന്താ പറയുക, സ്നേഹത്തിന്റെ പ്രകാശനമായിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ജോലിയിൽ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നന്നായിട്ടൊന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചു വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ വാത്സല്യം പ്രകടിപ്പിക്കുന്നത്, ഭാര്യ ഓമന പേരിട്ട് വിളിക്കുന്നത്, ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയുടെ ഈ കവളത്തൊരു തോണ്ട് കൊടുത്തിട്ട് ഇന്ന് ചക്കര മുത്ത് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്, ഇതെല്ലാം നോൺ ജെനിറ്റൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികപരമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് അല്ല, പക്ഷേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ വെരി ബ്യൂട്ടിഫുൾ ബോഡിലി ഇന്റിമസി. അതാണ് സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു കുറച്ച് സമയത്തിന്റെ കാര്യമല്ല, അതിനപ്പുറം ദ ഹോൾ ഡേ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകമുണ്ട്, സെക്സ് ബിഗിൻസ് ഇൻ കിച്ചൺ. അടുക്കളയിൽ ആരംഭിക്കുന്നു ലൈംഗിക അടുപ്പം. ദാറ്റ് ഈസ് റിലേഷണാലിറ്റി. സെക്സ് ഈസ് നോട്ട് സിംപ്ലി ആൻ ആക്ട്, ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ഫോർ പ്ലഷർ. വെറുതെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് എന്റെ എന്തോ ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായാൽ പോയി, അത് സ്നേഹത്തിന്റെ പ്രകാശനം അല്ല പ്രിയമുള്ളവരെ. മറിച്ച് രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിബന്ധം, അതിനകത്ത് ഈ വൈകാരിക തലങ്ങളുണ്ട്, മാനസിക തലങ്ങളുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ ഒരു പ്രകാശനം. അപ്പൊ അതിനുള്ള പ്രകാശനം അതിനു മുമ്പേ നടക്കണം. അപ്പോഴാണ് ഈ ഒരു സമയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യം, ഈ ശാരീരിക അടുപ്പം കേവലം ഒരു പ്രവൃത്തിയല്ല, ഒരു ബന്ധമാണ്. അതിനെ ദ ഹോൾ ഡേ എക്സ്പാൻഡ് ചെയ്യും. That's one of the ways that we can entertain a good bodily sexual intimacy. Okay, വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? നല്ലൊരു ശാരീരിക അടുപ്പം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വേറെ എന്താ ചെയ്യണ്ടേ? പണ്ടൊന്നും ഈ വിഷയത്തിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ ഓപ്പണായി സംസാരിക്കാനുള്ള, ഇന്ന് നമുക്ക് മനഃശാസ്ത്രം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇതൊക്കെ ഒരു നോർമൽ ടോപ്പിക്കാണത്. ഇത് ഗോപ്യമായി വിചാരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇന്ന് നമുക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തോ പറയാമെന്നല്ലോ പറഞ്ഞോ. ഇല്ല, എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡും വൈഫും നന്നായി ഡ്രസ് ചെയ്യുക, വൃത്തിയായിട്ടിരിക്കുക, ശരീരം നമ്മളുടെ എല്ലാം തന്നെ നമ്മള് നല്ല, അവർക്ക് നമ്മളെ കാണുമ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ രണ്ടുപേരും ഒരുങ്ങണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനു വേണ്ടി രണ്ടാൾക്കാരും ശാരീരികമായും മാനസികമായും അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം. എനിക്ക് കാണുമ്പോഴേ എനിക്കും ഒരു
ഫിസിക്കലിയും ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഒരുങ്ങുന്നതും സഹായിക്കും തോന്നുന്നു. ഞാൻ ഇതിനെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തെ കുറച്ചും കൂടി അല്പം കൂടി എക്സ്പാൻഡ് ചെയ്യാണ്. പരസ്പരം നല്ല ബഹുമാനം വേണം. ആ ബഹുമാനത്തിന്റെ ഭാഗമായി തന്നെ മറ്റൊരാളുടെ ഇഷ്ടം എന്താണെന്ന് അറിയാനും അതനുസരിച്ച് നമുക്ക് ന്യായമായ കാര്യങ്ങൾ കേട്ടോ, നമുക്ക് ന്യായമായ രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കാനും സാധിക്കുക. അപ്പൊ ഈ ബഹുമാനത്തിന്റെ ഭാഗമാണ് ഡിഗ്നിറ്റി പാലിക്കുക. ശരീരത്തിന്റെ ഡിഗ്നിറ്റി ഉണ്ട്. ശരീരം ദൈവം തന്നതാണ്, അത് മനോഹരമായി സൂക്ഷിക്കണമെന്ന് വേണ്ടേ? മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? ശരീരം നല്ല വൃത്തിയായി സൂക്ഷിക്കണ്ടേ? അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് വിയർപ്പ് നാറ്റം ഉണ്ടെങ്കിൽ ഹൗ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ദൈവം തന്ന ശരീരത്തിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണിത്. സോ ക്ലെൻലിനെസ്, പാർട്ട് ഓഫ് റെസ്പെക്ടിങ് ദ അതർ. നമ്മളെ തന്നെ ശരീരത്തെ തന്നെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക. അതിനകത്ത് ഡ്രസ്സിങ് വരും. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റൊരാളുടെ സ്പേസ് എന്താന്ന് റെസ്പെക്ട് ചെയ്യുക. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എല്ലാവർക്കും എല്ലാം ഇഷ്ടമല്ലായിരിക്കും. ആ ഇഷ്ടക്കേടിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? എൻ്റെ ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കുന്നതല്ലല്ലോ ഇത്. മ്യൂച്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് എന്താ പറയുക, ചില രീതികൾ, ചില കാര്യങ്ങൾ ഇഷ്ടമല്ല, അല്ല അനിഷ്ടം, ഇഷ്ടം രണ്ടും ഉണ്ടാവും. അപ്പൊ അതിനെ ബഹുമാനിക്കാനായിട്ട് സാധിക്കുക. ഈ പരസ്പര ബഹുമാനം ഈ കാര്യത്തില് വളരെ പ്രധാനപ്പെട്ട. അതെന്റെ ജീവിത പങ്കാളി ഒരു പക്ഷെ ചിലപ്പോൾ ചില ഭാര്യമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ എനിക്കിത് ഇത്ര വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കാറില്ല. ബട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കി, എനിക്ക് താല്പര്യമില്ല, എന്റെ ഭർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഭർത്താവിന് താല്പര്യത്തെ ഞാൻ പരിഗണിക്കേണ്ടതല്ലേ? അതൊരു ദൈവികമായ കാര്യമല്ലേ എന്ന് എനിക്ക് തോന്നി. സോ നൗ ഐ ആം ട്രൈങ്. സി, ദാറ്റ്സ് പാർട്ട് ഓഫ് റെസ്പെക്ടിങ് ദ അതർ. വിവാഹത്തിൽ നമ്മൾ പരസ്പരം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം എന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ ഈ മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച വന്നു. മാരിറ്റൽ റേപ്പ്, വിവാഹത്തിനകത്ത് നടക്കുന്ന ബലാത്കാരത്തോടു കൂടിയുള്ള ലൈംഗിക അടുപ്പം. ഇപ്പൊ ഭാര്യയ്ക്ക് താല്പര്യമില്ലെങ്കിലും ഭർത്താവ് നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് അതൊരു ക്രിമിനൽ കുറ്റമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ചർച്ച വന്നു. അതിന്റെ വിധി എന്താ നിങ്ങൾ ശ്രദ്ധിച്ചാൽ? വിധി ഡിവൈഡഡ് ആയിരുന്നു. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ 3 ജഡ്ജിമാരിൽ എനിക്ക് തോന്നുന്നത് 2 ജഡ്ജിമാര് പറഞ്ഞു അതൊരു ക്രൈം ആണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ജഡ്ജി പറഞ്ഞു അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് പാർലമെന്റിൽ ഡിസ്കഷൻ നടത്തി അതിന്റെ പ്രൊസീജിയർ അവിടെ നോക്കേണ്ടതാണ്, ഇത്രയും ഇന്റിമേറ്റ് ലൈഫിൽ ജുഡീഷ്യറി ഇടപെടുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അത് വന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വിവാഹത്തിന് കഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ശരീരം കൈമാറുന്നുണ്ട്. ഓൾറെഡി സമ്മതത്തോടു കൂടിയാണ്, പൂർണ്ണ സമ്മതത്തോടെയാണ് കൈമാറുന്നത്. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ശാരീരിക അടുപ്പത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേരുടെയും സമ്മതം വേണോ? അങ്ങനെ വേണം? ഓരോ പ്രാവശ്യം അങ്ങനെ സമ്മതം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഐഡിയലി വേണം. മീൻസ് അതിപ്പം വാക്കുകൾ കൊണ്ടായിരിക്കണമെന്നില്ല, ഈവൻ ത്രൂ ബോഡി ലാംഗ്വേജ് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റണം. ആ കൺസെന്റ് വേണം, ശരിക്കും വേണം. അത് ഈ വാക്കുകൊണ്ടില്ലെങ്കിൽ ശരി, ബോഡിലി റെസ്പോൺസിൽ നിന്ന് ആ കൺസെന്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ വി ആർ ഇമ്പോസിങ് ഓൺ ദ അതർ പേഴ്സൺ. അത് ഡിഗ്നിറ്റിക്ക് ചേർന്നതല്ല. ഇപ്പൊ ഒരാൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ ഉണ്ടാവും, ഒരാൾ കടന്നു പോകുന്ന ശാരീരിക അവസ്ഥയുണ്ടാവും, അയാളുടെ എന്താ പറയുക ജീവിതത്തിന് ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അയാളുടെ മേൽ ഫോഴ്സ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വലിയൊരു മുറിവാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും ശരി, അത് വലിയൊരു മുറിവാണ്. അതുകൊണ്ട് പരസ്പര ബഹുമാനം ഈ കാര്യത്തില് വളരെ പ്രധാനപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് ഈ ക്ലെൻലിനെസ് വരും, അതുപോലെ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നത് ഉൾപ്പെടെ, പിന്നെ ഈ സമ്മതം വരും, ഇതെല്ലാം വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം അത്. ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയേക്കാന്ന് അറിയാമോ? നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തുറന്ന് സംസാരിക്കാൻ സാധിക്കും. ഓപ്പൺ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ കപ്പിൾ. ഭാര്യയുടെ താല്പര്യങ്ങൾ ഭാര്യയ്ക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവുക, ഭർത്താവിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവും. ഇനി ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ എനിക്ക് നാണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ഭയം, അല്ലെങ്കിൽ ഉത്കണ്ഠ, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരാം. പക്ഷെ അതൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ശരിക്കും നല്ലൊരു ശാരീരിക അടുപ്പത്തിന് വേണം.
നല്ലൊരു ബന്ധത്തിന് അത് അനിവാര്യമാണ്. പക്ഷെ എല്ലാ ബന്ധങ്ങളിലും അതില്ല. ചിലപ്പോ അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ തെറ്റിദ്ധരിക്കും. ഈ പണ്ടൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ പണ്ടത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതായത് പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ശാരീരിക അടുപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മിക്കവാറും പുരുഷന്മാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പുരുഷന്മാരെടുത്താലേ ശരിയാവുള്ളൂ. സ്ത്രീ എങ്ങാനും വന്നിട്ട് പറയാണ് നമുക്കിന്നൊരു ശാരീരിക അടുപ്പത്തിൽ ഏർപ്പെട്ടാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുരുഷന്മാരെ അവരെ സംശയിക്കും. അവർക്ക് ഇവർക്കൊക്കെ ഇത് എത്ര എന്താണ് അങ്ങനെ, ഇതെന്താ പുരുഷന്റെ ഒരു മോണോപ്പൊളി ആയിട്ട് കരുതിയിരുന്ന ഒരു കാലമുണ്ട്. ഇതെന്തോ പുരുഷന് മാത്രമുള്ള പരിപാടിയാണ്. അങ്ങനെ എന്താ പുരുഷന്റെ ഇച്ഛയെ നിർവഹിക്കുന്നതാണ് ഇത്. അതല്ല, അങ്ങനെയല്ലത്. സ്ത്രീകൾക്കുണ്ട് ഇച്ഛ, രണ്ടു കൂട്ടർക്കുണ്ട്. വ്യത്യാസം ഉണ്ടാവും അതിനകത്ത്, സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. ബട്ട് രണ്ടു കൂട്ടർക്കും ഡിസയർ ഉണ്ട്. സോ ഇറ്റ്സ് എ മ്യൂച്വൽ. അപ്പൊ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിന് ഈ കാര്യത്തിൽ ഒരു തുല്യത വേണം, മ്യൂച്വാലിറ്റി വേണം, പാരസ്പരികത വേണം. ബോത്ത് ക്യാൻ എക്സ്പ്രസ് ദെയർ ഡിസയേഴ്സ് വിത്തൗട്ട് എനി പ്രജുഡീസ്. മുൻവിധി കൂടാതെ തങ്ങളെ തന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇത് ഒരു മൂന്നാമത്തെ ഒരു കാര്യമാണ്. പിന്നെ എന്തായിരിക്കും? പിന്നെ നമുക്കെല്ലാവർക്കും വയ്ക്കാവുന്ന ഒരു കാര്യമാണ്, ബേസിക് ആയിട്ട് ലൈംഗിക അടുപ്പത്തിന് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, പരസ്പര സ്നേഹം പ്രകടിപ്പിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. 2, ജീവൻ ഉൽപ്പാദിപ്പിക്കുക, അത് വളർത്തുക. അപ്പോൾ ജീവനോടുള്ള തുറവി ഇതിന്റെ ഭാഗമാണ് കേട്ടോ. നല്ലൊരു ലൈംഗിക അടുപ്പത്തിന് ജീവനോടുള്ള തുറവി വേണം. ഇത് കേവലം ഒരു എന്താ പറയുക, സുഖോപാധിയായിട്ട് സുഖം അനുഭവിക്കാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ പോയി, ഡിഗ്നിറ്റി പോയി. അപ്പൊ അതുകൊണ്ട് ജീവനോടുള്ള തുറവി ഇതിന്റെ ഭാഗമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്ന വലിയൊരു മിഷൻ, ആ മിഷൻ അവരുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഇത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകുന്നത്. ഓക്കെ, ഇപ്പൊ കുഞ്ഞുങ്ങൾ നമുക്ക് 4 പേരുണ്ടായി, കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശരി, നമുക്ക് ഇത്തരത്തിലുള്ള നല്ലൊരു ശാരീരിക അടുപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു എനർജി നമുക്ക് കിട്ടും. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് പ്രോ ക്രിയേറ്റീവ്, ആ രീതിയിൽ. അപ്പൊ അത് നമുക്ക് വേണം. അത് മറ്റൊരു 4ാമത്തെ മൂല്യമായിട്ട് നമുക്ക് കൂട്ടാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയേക്കണം, ഇന്നത്തെ പലപ്പോഴും ഞാൻ ഈ ഒത്തിരിയേറെ ദമ്പതികളെ കേൾക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ചില വ്യക്തികൾക്ക് അവരുടെ മുൻകാല ജീവിതത്തിൽ നിന്ന് ചില മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ മേഖലയിൽ ചിലപ്പോൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ ബന്ധത്തിൽ പോയി വീണ് അത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അറിവില്ലാതിരുന്ന കാലത്ത് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. അത് അവരിൽ ഭയം, ദുഃഖം, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യക്കുറവ്, ഒരു തരം ഇൻഡിഫറൻസ്, അത് സൈക്കോളജിക്കൽ മാത്രമല്ല ശാരീരികമായിട്ട് പോലും വരാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സെക്ഷുവലി ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഭർത്താവുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആ പഴയ ട്രൗമാറ്റിക് മെമ്മറീസ് ഉണ്ടല്ലോ, അത് വീണ്ടും വരാം. സോ ഷീ മേ നോട്ട് എൻജോയ് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, there is an aspect of healing. അപ്പൊ അങ്ങനെ ജീവിത സഖിക്ക് അങ്ങനെ ചില ആങ്സൈറ്റീസ്, ഇപ്പൊ ചില പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് പെർഫോമൻസ് ആങ്സൈറ്റി. അവർക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പരാജയമല്ലേ, നമ്മുടെ പുരുഷത്വം ചോദ്യം ചെയ്യപ്പെടൂലേ, ഈ അസ്വസ്ഥപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ ദേ നീഡ് ഹീലിംഗ്. അങ്ങനെ ഒരു ഹീലർ ആകാനുള്ള ഒരു ദൗത്യം കൂടി പങ്കാളിക്കുന്നുണ്ട്. പരാജയങ്ങൾ സംഭവിക്കാന്ന്, പരിമിതികൾ ഉണ്ടാകാന്ന്, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അനിവാര്യമാണ്. പിന്നെ ഇതിനകത്ത് വളരെ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സെക്ഷുവൽ ലിബിഡോ എന്ന് പറയും നമ്മൾ. സെക്ഷുവൽ ലിബിഡോ, അതാണ് ഈ ആഗ്രഹം, ലിബിഡോ. ഇത് ഒരാൾക്ക് നന്നായിട്ടുണ്ട്, മറ്റേ ആൾക്ക് വളരെ കുറവാണ്. പ്രശ്നം സെക്ഷുവൽ ലിബിഡോ എല്ലാവർക്കും ഒരുപോലെ അല്ല. അത് നമ്മുടെ ജനറ്റിക്സ്, നമ്മുടെ ഹോർമോണൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. ചില രോഗാവസ്ഥയിലുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ചിലർക്ക് ഇത് കൂടുതൽ ഉണ്ടാകുന്നു പറയാം. അപ്പൊ ഈ കൂടുതലുള്ളവരെയൊക്കെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പോലും അങ്ങനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സെക്ഷുവൽ ലിബിഡോയിൽ വ്യത്യാസം ഉണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്ത്രീയും പുരുഷ നിലയിൽ വ്യത്യാസം ഉണ്ടാകാം. അതോടൊപ്പം തന്നെ പ്രായത്തിനനുസരിച്ചും വ്യത്യാസം വരാം.
പിന്നെ അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടം അനുസരിച്ച്, നേരത്തെ പറഞ്ഞ സമ്മർദ്ദമൊക്കെ ഉണ്ടാവില്ലേ, അതനുസരിച്ചൊക്കെ വ്യത്യാസം വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾക്ക് നല്ല ആഗ്രഹം, മറ്റേ ആൾക്ക് ഈ സാധനം ഇല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് ഈ ആഗ്രഹം ഒരാൾക്കുള്ളത് എന്തോ അയാൾക്ക് എന്തോ ഒരു 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 മൃഗീയ വാസനയാണ്, ഇതെന്തോ തെറ്റാന്ന് ചിന്തിക്കാത്തതിന് പകരം എങ്ങനെ നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ സെക്ഷുവൽ ലിബിഡോ കുറവുള്ള ഒരാൾക്ക് എങ്ങനെ ഈ ലിബിഡോ കൂട്ടാം, അതിനുള്ള വഴികൾ അന്വേഷിക്കണം. ഇന്ന് ഡോക്ടർമാരൊക്കെ ക്ലിനിക്കുകളൊക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ സൈക്കോളജിക്കൽ റീസൺ ആയിരിക്കാം, ചിലപ്പോൾ ഫിസിയോളജിക്കൽ റീസൺ ആയിരിക്കും, വട്ടെവർ ബി. അപ്പൊ അതിനെ പരിഹരിക്കാൻ കഴിയുന്ന എക്സസൈസസ് ഉണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചില അഭ്യാസങ്ങളുണ്ട്. അത്തരത്തില് അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി വിവാഹത്തിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ഈ ശാരീരിക അടുപ്പം മനോഹരമായിട്ട് വരുന്നത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം, സ്ത്രീകള് അവർക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായി, 2 കുഞ്ഞുങ്ങളുണ്ടായി, പിന്നെ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല, അവർക്ക് ലിബിഡോ ഇല്ല, ഒന്നുമില്ല. എന്നാൽ പുരുഷനാണെങ്കിൽ നമുക്ക് തോന്നും ഇയാൾ ഇതിനു വേണ്ടി ജീവിക്കണമെന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിൽ ലിബിഡോ. എന്ത് ചെയ്യും? നമ്മൾ ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഇതല്ലാതെ വേറൊരു പണിയില്ലെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദൈവം തന്നിരിക്കുന്നതാണ് ആ വിവാഹ ബന്ധം. ആ വിവാഹ ബന്ധത്തിൽ എങ്ങനെ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് സ്നേഹത്തിന്റെ ഭാഷയായിട്ട് മാറ്റാം, അതിനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കണം. അതിന് ഇന്ന് ഒത്തിരിയേറെ സയന്റിഫിക് ആയുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടും. വി ഹാവ് ടു ഗോ ഫോർ ദാറ്റ്. ഇത് മനോഹരമാക്കണം. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ ഈ ശാരീരിക അടുപ്പം വരുമ്പോണ്ടല്ലോ, നമ്മുടെ ജീവിത പങ്കാളിയെ ഒരു വസ്തുവാക്കി ചുരുക്കി കളയാനുള്ള ഒരു പ്രവണതയുണ്ട്. വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സുഖം തരാനുള്ള എന്തോ ഒരു ഉപകരണമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇപ്പൊ ഈ പോണോഗ്രഫി ഒക്കെ കണ്ടിട്ട് അങ്ങനെ വളരെയധികം ഒബ്ജക്റ്റിഫൈ ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ചരക്കാക്കുന്ന, വസ്തുവൽക്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒട്ടും ക്രിസ്ത്യൻ അല്ല, ഒട്ടും ക്രിസ്ത്യൻ അല്ല. അവിടെ സ്നേഹം ഇല്ല. അതിന് പകരം അവരെന്തോ എന്താ പറയുക, ഒരു കേവലം ശരീരത്തിന്റെ ഒരു സുഖം മാത്രമാണ് ഈ തേടുന്നത്. അതിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിപ്പുണ്ടെങ്കിലും ശരി, അത് പ്രോപ്പറായ ഒരു ശാരീരിക അടുപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാവില്ല, സ്നേഹത്തിന്റെ പ്രകടനമാവില്ല, മാത്രമല്ല വിശുദ്ധിയിലേക്ക് നടത്തുന്ന പാതയാവില്ല. നമ്മൾ അതിന്റെ ഒരു അടിമയായി മാറും. നമുക്ക് ഇതിനകത്ത് ഒരു സുഖത്തിന്റെ എലമെന്റ് ഉണ്ട്, അത് സന്തോഷകരമാണ്, പക്ഷെ ദാറ്റ് ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് ടു അവർ ലവ്. അപ്പൊ പോണോഗ്രഫിക്ക് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസിനും പ്രാധാന്യമില്ല. മറിച്ച് രണ്ടുപേരുടെയും ശരീരത്തെ ബഹുമാനത്തോടുകൂടെ കണ്ടുകൊണ്ട് ഇത് ദൈവം തന്ന ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒന്നാണ് കണ്ടിട്ട് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ദൈവാഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഘട്ടത്തിന്റെ വെളിച്ചത്തില് നമ്മുടെ വിവാഹ ജീവിതത്തെ കുറച്ചും കൂടി സെലിബ്രേറ്റീവ് ആക്കി മാറ്റും, കുറച്ചും കൂടി സ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ സ്നേഹത്തിന്റെ ഭാഷ, ശാരീരിക അടുപ്പത്തിന്റെ ഭാഷ നമുക്ക് ഈ മാസം സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം തന്നിരിക്കുന്ന ദാമ്പത്യ ജീവിതം ദൈവികമായ പദ്ധതിയിൽ വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഈ മാസം ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, നീ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അവരെ നീ ഏക ശരീരമാക്കി മാറ്റി, ഏക ശരീരം, ഉടമ്പടിയുടെ ഒരു അടയാളമാക്കി മാറ്റി, സ്നേഹത്തിന്റെ വലിയ ഭാഷ നൽകി, വിശുദ്ധിയിലേക്കുള്ള വലിയൊരു മാർഗമാക്കി മാറ്റി. നാഥ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദമ്പതികളെയും ഓരോ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ ശാരീരിക അടുപ്പത്തിന്റെ ആ വിശുദ്ധി, ആ നന്മ, അത് വീണ്ടെടുക്കാൻ, അത് നവീകരിക്കാൻ, അങ്ങനെ ഇവരുടെ വിവാഹ ബന്ധത്തെ വലിയ ഒരു ഉടമ്പടി ബന്ധത്തിന്റെ ആഴത്തിലേക്ക് നയിക്കാൻ കർത്താവിനെ കനിവുണ്ടാകണമേ. നല്ല ഉൾക്കാഴ്ചകൾ നൽകി നീ ഇവരെ അനുഗ്രഹിക്കണം. ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ മുറിവുകൾ ഉണ്ടെങ്കിൽ, ഒരു പക്ഷെ വലിയ റിജക്ഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നീ വിടുതൽ നൽകണമേ. അത് പരസ്പരം ക്ഷമിക്കാനുള്ള കൃപ നീ നൽകണമേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും വിട്ടുപോന്ന് ശരീരത്തെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഗമായി പരസ്പര ആരോഗ്യകരമായ ഒരു അടുപ്പം സൂക്ഷിക്കാൻ ഈ ദമ്പതികളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. നാഥ, സ്നേഹം അത് സംസാരിക്കും തോറും വർദ്ധിച്ചു വരുന്നത് പോലെ ശാരീരികമായ അടുപ്പത്തിലൂടെ ഈ മക്കളുടെ ഐക്യം ആഴപ്പെടാനും, അങ്ങനെ അങ്ങയുടെ കൃപയിൽ വളരാനും, അങ്ങയിലേക്ക് അടുക്കുവാനും ഇവരെ നീ പ്രത്യേകമായിട്ട് ഈ മാസം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി കാനായിലെ കല്യാണ വിരുന്നിലേതുപോലെ പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും
നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.